നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞാൽ NH66 റോഡ് വർക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അവിടെ പറ്റുന്ന ചില പ്രശ്നങ്ങളും അപാകതകളും അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക. പിന്നെ അതുപോലെ റോഡ് വർക്ക് നടക്കുന്ന കാരണം പല സ്ഥലങ്ങളിലും ഡിവൈഡറുകളും അതുപോലെ തന്നെ പല മണ്ണിട്ടിട്ടും പാലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇവർ ഡിവൈഡർ വെച്ചിട്ട് നമ്മൾ ഓവർ സ്പീഡിൽ പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ അപകടത്തിലൊക്കെ പോയി പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും യാത്ര ചെയ്യുക. ഈ റോഡിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ടാറിങ്ങൊക്കെ ചെയ്തിട്ടുള്ള ഭാഗം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തൊരു സോഫ്റ്റ് ആയിട്ടാണെന്നറിയാം. നമുക്ക് സുഖമായി യാത്ര ചെയ്യാം. നമുക്കിപ്പോൾ ഒരു അരമണിക്കൂർ ഒക്കെ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലത്തേക്ക് നമുക്ക് വെറും 5 അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ എത്താൻ പറ്റും. അത്രയും അധികം സോഫ്റ്റായിട്ട് റോഡൊക്കെ അത്ര ഇനി ഇതിൻ്റെ മേലെ ടാറിങ് വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും 2 സൈഡിലും ടാറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ യാത്രകൾക്ക് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ എല്ലാ ഭാഗങ്ങളും റോഡ് പണിത് കഴിഞ്ഞ സ്ഥലത്ത് കൂടെ ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. എന്തായാലും സർവീസ് റോഡിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ഏരിയയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിന് സൈഡ് ഭാഗമായിട്ട് ഇവർ ഇങ്ങനെ കുഴികളൊക്കെ മാതിയിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ അത്രയും അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴാനും ഒക്കെ സാധ്യതയാണ്. പെട്ടെന്ന് യാത്രയിൽ സ്പീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പോയി ചാടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് കണ്ട് യാത്ര ചെയ്യുന്നതാണ് നല്ലത്. പല സ്ഥലങ്ങളിലും കുഴിയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ പലതായിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളെ ജീവന് ഭീഷണിയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. റോഡൊക്കെ വളരെ വ്യക്തമായിട്ട് നല്ല വൃത്തിയോടെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തവണ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചാവക്കാട് മുതൽ എടക്കഴിയൂർ വരെയാണ്. എടക്കഴിയൂർ നമ്മൾ വൺ സൈഡ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടക്കഴിയൂർ എത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ സെക്കൻഡ് അവിടെ ഹൈവേയിൽ കൂടെ അല്ലാതെ തന്നെ സർവീസ് റോഡുകൾക്കൊക്കെ പാസ് ചെയ്തിട്ടൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഇപ്പോൾ നമ്മൾ എടക്കഴിയൂർ ഏകദേശം മുസ്ലിം പള്ളിയുടെ അടുത്ത് ആ പരിസരത്ത് എത്തിയിട്ടുണ്ട്. മുസ്ലിം പള്ളിയുടെ അവിടുന്ന് നമ്മൾ അതുപോലെ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കുള്ള ഇതെന്ന് വെച്ചാൽ അവിടെ പാലങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം നമുക്ക് അവിടുന്ന് പെട്ടെന്നൊന്നും ചിലർക്ക് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ച് വരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് പാലത്തിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചെറിയ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വഴി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി വരുമ്പോഴൊക്കെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല ശ്രദ്ധിക്കുക. പിന്നെ ഇത് എടക്കഴിയൂർ പള്ളിയാണ് ആ കാണുന്നത്. അപ്പോൾ എടക്കഴിയൂർ പള്ളിയുടെ അവിടുന്ന് നമ്മൾ വീണ്ടും തിരിച്ച് വരികയാണ്. എടക്കഴിയൂർ പള്ളിയുടെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന സർവീസ് റോഡിൽ കൂടെയാണ് കയറുക. അപ്പോൾ ഇവിടുന്ന് ഈ സർവീസ് റോഡ് അത്യാവശ്യം ദൂരം തന്നെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഹൈവേയിലേക്ക് കയറി അപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാണ് സർവീസ് റോഡ്. അത് ഡയറക്റ്റ് ഒരുവിധം ഉള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ധൈര്യത്തിൽ യാത്ര ചെയ്യാം. പിന്നെ അവിടെ വണ്ടികളൊക്കെ യാത്രയായിട്ട് സുഖമായിട്ട് പോകാം. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഹൈവേയിൽ കയറുന്നത്. ഹൈവേയിൽ ഇവിടെയൊക്കെ വൺ സൈഡ് പിന്നെയും വർക്ക് നടക്കുന്ന കാരണം അവിടെയൊക്കെ വണ്ടികളൊക്കെ മണ്ണടിച്ചിട്ടും അതുപോലെ അവർ ഹൈറ്റ് കൂട്ടി അവിടെ പാലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ ചില കാലങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ കുഴി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. JCB ഒക്കെ വെച്ചിട്ട് ഈ പരിസരമൊക്കെ പാലത്തിൻ്റെ പരിസരമൊക്കെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കണം, മണ്ണ് കയറ്റിയിട്ടിട്ട്. ഇതിൻ്റെ താഴ്വശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അടിപൊളിയായിട്ട് കുഴിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. പിന്നെ നമുക്ക് എന്തായാലും അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നമുക്ക് ചാവക്കാട് ഭാഗത്തേക്ക് എത്താനായി. ചാവക്കാട് ഭാഗത്ത് നമ്മളെ അമ്പലത്തിൻ്റെ പരിസരമൊക്കെ എത്തുമ്പോഴൊക്കെ റോഡൊക്കെ നല്ല രീതിയിൽ തന്നെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചാവക്കാട് പരിസരത്ത് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് വർക്കുകൾ പാലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം അവിടെ അവർ വർക്ക് പെൻഡിങ്ങിൽ ഇട്ടിട്ട് മെല്ലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈവേകളുടെ ഇതിപ്പോൾ നമുക്ക് സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ ഹൈവേയിൽ നിന്നും
വണ്ടികൾ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില ഭാഗങ്ങൾ അവർ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. ഇത് നമ്മളെ അമ്പലത്തിൻ്റെ പരിസരമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്ന് അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് കഴിച്ചിട്ടിട്ടുണ്ട്. ഇനി അവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മൾ മണത്തല പള്ളിയോട് അടുത്ത് എത്താനായി. അപ്പോൾ മണത്തല പള്ളി എത്തുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ കുറേ വണ്ടികളും അവരെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ ഈ ഡിവൈഡർ കഴിഞ്ഞതിന് ശേഷം കുറേ വണ്ടികളൊക്കെ കണ്ടാക്കിയെടുക്കുന്ന ഇതൊക്കെ അവരെ റോഡ് വർക്കിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള വണ്ടികളാണ്. അവിടെ അവരെ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് അവരവിടെയാണ് താമസം എന്നൊക്കെ തോന്നുന്നു. ഇപ്പം നമ്മൾ ഏകദേശം മണത്തല പള്ളിയുടെ പരിസരത്ത് ഇപ്പോൾ മണത്തല പള്ളി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ സൈഡിലൊക്കെ ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അത്യാവശ്യം മണ്ണ് കൊടുന്ന് തട്ടിയിട്ട് അവിടെയൊക്കെ തൂർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മണത്തല പള്ളി എത്തി. മണത്തല പള്ളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മണത്തല പള്ളിയോട് പരിസരത്തായിട്ടുള്ള പാലങ്ങളും കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കണം. അപ്പം മണത്തല പള്ളിയുടെ പരിസരം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.